ചില പ്രശ്നങ്ങൾ അത് അവരുടെ കൺമുന്നിലൂടെ സംഭവിച്ചു പോയാലും ആളുകൾ കണ്ടെന്നടിക്കില്ല. കണ്ണ് കാണാതിരിക്കാനും കൂടിയാണെന്ന് ആൾക്കാർ പറയില്ലേ? അപ്പോൾ നമുക്ക് പറയാനുള്ളത് കണ്ണുണ്ടായാൽ പോരാ, കാണണം. അന്താരാഷ്ട്ര പ്രശസ്തമായ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് അതായത് കോവളം തീരത്തൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞ കോവളം തീരത്താണ് എക്സാക്ട്ലി പ്രഖ്യാപിച്ച സമഗ്ര വികസന പാക്കേജുണ്ട്. അതിപ്പോഴും കടലാസിൽ തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 2 മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തീരത്തെ മാലിന്യം നീക്കം കൂടി മുടങ്ങിയതോടെ കോവളം പ്രശ്നഭരിതമാകുന്നു. അന്താരാഷ്ട്ര പ്രശസ്തമായ കോവളം തീരത്തിൻ്റെ വികസന മുരടിപ്പ് പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. തീരത്തിനു വേണ്ടി സമഗ്ര വികസന പദ്ധതി പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി. സമഗ്ര വികസനമില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കിയാൽ മതിയെന്നാണ് തീരത്തുള്ളവരും തീരത്തെത്തുന്നവരും പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത അവഗണനയാണ് കോവളം തീരത്തോടുള്ളത്. മാറി മാറി വന്ന സർക്കാരുകൾ പദ്ധതികൾ പ്രഖ്യാപിക്കും, എന്നാൽ നടപ്പാക്കില്ല. ഇതാണ് കോവളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏറ്റവും ഒടുവിൽ 2ാം പിണറായി സർക്കാർ ചുമതലയേറ്റെടുത്ത ശേഷം കോവളത്തിനായി സമഗ്ര വികസന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. 93 കോടിയുടെ പദ്ധതി 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. എന്നാൽ വർഷം 3ആയിട്ടും പദ്ധതി ഇപ്പോഴും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. കണ്ണാടിപ്പാലം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. ഇടക്കല്ല് പാറ ആകർഷക പദ്ധതി, നിശബ്ദ താഴ്വര പദ്ധതി, ജലകായിക വിനോദസഞ്ചാരം എന്നിവയായിരുന്നു പദ്ധതികളിൽ പ്രധാനപ്പെട്ടത്. സമഗ്ര വികസനമില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കണമെന്നതാണ് സഞ്ചാരികളുടെ ആവശ്യം. നടപ്പാതയുടെ കൈവരികൾ പലയിടത്തും ഇടിഞ്ഞു പൊളിഞ്ഞു. ശുചിമുറി, സ്ത്രീകൾക്ക് ബീച്ചിലിറങ്ങിയ ശേഷം വസ്ത്രം മാറാനുള്ള സൗകര്യം എന്നിവ പോലും ഇവിടെയില്ലെന്നത് അന്താരാഷ്ട്ര പ്രശസ്തമായ ഈ തീരത്തിൻ്റെ ദയനീയാവസ്ഥ വ്യക്തമാക്കുന്നതാണ്. വളരെ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ടോയ്ലറ്റ് പോകാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. 10:30 ശേഷം വന്നാൽ ഒരു ചായ കാപ്പി കിട്ടാനുള്ള നിവൃത്തിയില്ല. ഇവിടുത്തെ എത്ര ഫ്ലൈറ്റാണ് ലേറ്റായിട്ട് വരുന്ന, രാത്രി വന്ന് ഇറങ്ങുന്ന ഗസ്റ്റുകൾ അലന്ന് നടക്കണം. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഒരു വെള്ളം പോലും കിട്ടാതെ. എല്ലാം ഒരു ഭയങ്കര ഇരുട്ടാണ് ഇവിടെ. കാറിൽ വന്ന് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കാറിൽ വന്നു കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിന് സ്ഥലം വേണ്ടേ? ഈ വയസ്സായ ആൾക്കാർ ഏജ്ഡ് ആയിട്ടുള്ള എവിടെ കൊണ്ടുപോകും? മാലിന്യ നിർമ്മാർജ്ജനമാണ് തീരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മാലിന്യ നീക്കം നിലച്ചിട്ട് ആഴ്ചകളായി. മാലിന്യങ്ങൾ കവറുകളിലാക്കി ലൈറ്റ് ഹൗസിന് സമീപം തീരത്തേക്ക് ഇറങ്ങുന്നിടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ദുർഗന്ധം കാരണം വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്താൻ വിമുഖത കാട്ടുന്നു. തീരവും മലിനമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഹൃദയമെന്നാണ് കോവളത്തെ വിനോദസഞ്ചാരികൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവർ ഇങ്ങോട്ടേക്കെത്താൻ ഇപ്പോൾ വിമുഖത കാട്ടുകയാണ്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മ തന്നെയാണ്. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും സതീഷ് ബാബുവിനൊപ്പം വി എ ഗിരീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയുന്നത് പോലെ കോവളം നമ്മുടെ പ്രസ്റ്റീജ് ഇൻ്റർനാഷണൽ ബീച്ചാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ പോലും കോവളത്തെ ബീച്ചിനെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ഒരു അമേരിക്കൻ സായിപ്പ് ഒരിക്കൽ എന്നോട് ചോദിച്ച കാര്യം ഞാൻ ഓർമ്മിച്ച് പോവുകയാണ്. അയാൾ കോവളം കേട്ടിട്ടുണ്ട്, അയാൾ കേരളത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ള അത്രയും അന്താരാഷ്ട്ര ഖ്യാതി നേടിയ ഒരു ബീച്ചാണ്, ഒരു നാച്ചുറൽ ബീച്ചാണ് കോവളം എന്ന് പറയുന്നത്. ആ ബീച്ചിൽ ഇപ്പോൾ ദുർഗന്ധം കാരണം വിദേശീയർ ടൂറിസ്റ്റുകൾ എത്തുന്നില്ല എന്നുവരെ കോവളത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. വളരെ വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇൻ്റർനാഷണൽ ബീച്ചായ കോവളം ബീച്ചിൽ ഇതുവരെ നല്ലൊരു അടിസ്ഥാന സൗകര്യം ഇതുവരെ വന്നിട്ടില്ല. അത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വിചാരിച്ചിട്ട് പോലും ഇതൊരു മാറ്റം വന്നിട്ടില്ല, സമഗ്രമായ ഒരു മാറ്റം വന്നിട്ടില്ല. ശുചിമുറിയോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ല. ഒരു കെടുകാര്യസ്ഥതയാണ് നമ്മുടെ കോവളത്തിനെ ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിലുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. നമ്മൾ തീരത്തെ കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഡ്രസ്സ് മാറാനോ ബാത്റൂമിലൊക്കെ പോകാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല. ഈ പൊട്ടിപ്പളഞ്ഞ ഫുട്പാത്തും ഇങ്ങനെ തന്നെ. പിന്നെ ഈ ടൂറിസം എന്ന് പറയുന്നത് ഇരുട്ടിലാണ് മുങ്ങിക്കിടക്കുന്നത്. പിന്നെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ബീച്ചിൽ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത്ര ഏരിയയിൽ ഉണ്ടായിരിക്കത്തില്ല. സോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വരുന്നവർക്ക്. ഗേൾസിനും കുട്ടികൾക്കും ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാട്. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഫീഡിങ്ങിനായിരുന്നാലും എന്തിനായിരുന്നാലും നമുക്കൊരു പ്രൈവസി ആയിട്ടോ എന്തെങ്കിലും ഗേൾസിന് അതിൻ്റെതായ ഒരു
ജസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്നു. കാരണം ഇത്രയും ഏരിയയിൽ അത് ഇല്ല, ഒരു വാഷ്റൂമിൻ്റെ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം ഒരാൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് കൊണ്ടുപോകണ്ടേ, അതിനുള്ള സൗകര്യം പോലും ഇതിനകത്തില്ല. പാർക്കിംഗ് ഏരിയ വളരെ കുറവാണ്. ഈ ലൈറ്റ് ഹൗസിൽ പാർക്കിംഗ് ഒക്കെ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. ഇതുവരെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ഈ കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പതിയേണ്ടതാണ്. കാരണം കോവളം നമ്മളുടെ സോഴ്സ് ഓഫ് റവന്യൂ ആണെന്ന് മാത്രമല്ല, നമ്മുടെ ടൂറിസം മാപ്പിൽ ഏറ്റവും ഇടം പിടിച്ചിരിക്കുന്ന അന്തർദേശീയ ഖ്യാതി നേടിയിട്ടുള്ള സ്ഥലമാണ്. കോവളത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. കാരണം ഒരു ടൂറിസം ടെമ്പർ നിലനിൽക്കുന്ന കോവളം എന്ന് പറയുന്ന നാടിന് ഈ മാലിന്യം കാരണം വീർപ്പ് മുട്ടുന്നു എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. അടിയന്തരമായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ പതിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.